ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നിങ്ങൾ പൂർണ്ണമായും ബി.ജെ.പിയുടെ ജോലിക്കാരാണോ എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി ചോദിച്ചത്. തനിക്കെതിരെയുള്ള അവകാശ ലംഘന നോട്ടീസിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോടായിരുന്നു രാഹുൽ ഗാന്ധി ക്ഷുഭിതനായത്. നിങ്ങൾ പൂർണ്ണമായും ബി.ജെ.പിയുടെ ജോലിക്കാരനാണോ? അല്പമെങ്കിലും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കൂ. ഇത് ശരിക്കും ലജ്ജാകരമാണ്. സർക്കാരിന്റെ കോഡ് വേർഡുകൾ ഏറ്റുപിടിച്ച് വാർത്തകൾ നൽകുന്നത് ഈ രാജ്യത്തോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. ബി.ജെ.പി നൽകുന്ന കീവേഡുകൾ അനുസരിച്ചാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നും അദ്ദേഹത്തിന് ആജീവനാന്ത തെരഞ്ഞെടുപ്പ് വിലക്ക് ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ബി.ജെ.പി എം പി നിഷികാന്ത് ദുബെ ലോക്സഭയിൽ നോട്ടീസ് അവതരിപ്പിച്ചിരുന്നു. ഭീഷണി വില പോവില്ലെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ എത്രയോ കേസുകൾ വന്നിട്ടുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിരുന്നു. ഇതിനിടെ തന്നെ നീക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് പരിഗണിക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയും ആവർത്തിച്ചിരുന്നു. ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമുയർത്തിയ രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ ഭരണപക്ഷം ഇറങ്ങുകയാണെന്ന തരത്തിലും വിമർശനമുണ്ട്. അവകാശ ലംഘന നോട്ടീസ് നൽകാനായിരുന്നു നീക്കമെങ്കിലും പാർലമെന്റ് അംഗത്വം റദ്ദു ചെയ്യാനും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചർച്ചയിൽ തെളിവുകൾ ഒന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. മുൻകൂട്ടി അറിയിക്കാതെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെ എപ്സ്റ്റീൻ ഫയൽ ആരോപണം ഉയർത്തി തുടങ്ങിയവയാണ് ആക്ഷേപം. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, ദുരൂഹമായ യാത്രകൾ നടത്തുന്നു എന്നും നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട്. ആജീവനാന്ത വിലക്കാണ് ആവശ്യപ്പെടുന്നതെന്ന് നോട്ടീസ് നൽകിയ നിഷികാന്ത് ദുബെ എം പി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഒരു ഭീഷണിക്ക് രാഹുൽ വഴങ്ങില്ലെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിരുന്നു. പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷ നീക്കം. സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി നോട്ടീസ് തള്ളാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നീക്കം നടത്തുമ്പോൾ അത് പരിഗണിക്കണമെന്നാണ് ഓം ബിർള ആവശ്യപ്പെടുന്നത്. നോട്ടീസ് പരിഗണിച്ചാൽ ബജറ്റ് സമ്മേളനത്തിന്റെ അടുത്ത ഘട്ടമായ മാർച്ചിൽ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. പാർലമെന്റിലെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഭരണപക്ഷ എം പിമാർക്കെതിരെ പ്രതിപക്ഷം നടപടി ആവശ്യപ്പെടുന്നതിനിടെ സ്പീക്കറുടെ ചേംബറിൽ വെച്ച് കോൺഗ്രസ് എം പി പകർത്തിയ ദൃശ്യങ്ങൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പുറത്തുവിട്ടിരുന്നു. സ്പീക്കറോട് തട്ടിക്കയറുന്ന പ്രതിപക്ഷാംഗങ്ങളുടെ നിലപാടിനെയും മന്ത്രി ചോദ്യം ചെയ്തിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യ-US കരാറിനെയും വിമർശിച്ച് കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. സമ്പത്തും ഊർജ്ജവും ആയുധമാക്കുന്ന കാലമെന്നും US-ന്റെ അപ്രമാദിത്വം വെല്ലുവിളി നേരിടുന്നുവെന്നും രാഹുൽ പറഞ്ഞിരുന്നു. വെല്ലുവിളികൾ തിരിച്ചറിയുമ്പോഴും പരിഹാര നടപടികൾ ബജറ്റിലില്ല. US-മായി വ്യാപാര കരാർ ഉണ്ടാക്കിയതിൽ ഡേറ്റ സംരക്ഷണം ഉറപ്പാക്കിയില്ല. ഊർജ്ജം സുരക്ഷിതത്വത്തിൽ വിട്ടുവീഴ്ച പാടില്ലായിരുന്നു. ഇവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് US തീരുമാനിക്കുന്ന അവസ്ഥയാണെന്നും US-മായി കരാർ ഒപ്പിട്ടത് സമ്മർദ്ദം മൂലമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.